ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ ദിവസത്തിൻ്റെ നല്ല സമയത്ത് ഹോപ്പ് ടിവിയിലൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം എന്നെ ഇടയാക്കി കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ദിവസം അനുഗ്രഹമായ വചനത്തിലൂടെ ദൈവം ധാരാളമായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പ്രാർത്ഥനയോട് കൂടിയിരിക്കുക. ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായിരിക്കുന്ന നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായി സ്തോത്രം, നൽകി തന്നിരിക്കുന്ന വചനങ്ങൾക്കായി സ്തോത്രം. കേൾക്കാരെ ഓരോ പ്രിയമക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. വചനം സംസാരിക്കുന്ന അടിയനെയും അങ്ങ് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണം. അങ്ങയുടെ കർത്താവ് വചനങ്ങൾ അടിയങ്ങൾ സംസാരിക്കുമ്പോൾ കർത്താവ് അടിയൻ്റെ നാവിലൂടെ എൻ്റെ ദൈവം സംസാരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചിലധികം നന്മകളെ നിറയ്ക്കണം. സകലവും ബന്ധിസ്തമൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ എന്നുള്ള ഭാഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അവസാനമായി സ്നേഹവാനായ ദൈവം എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. സ്നേഹവാനായ ദൈവം എത്രത്തോളം സ്നേഹവാനാണ്, എത്രത്തോളം തൻ്റെ ജനത്തെ ദൈവം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ ധാരാളമായി, വളരെ അധികമായി പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ട് കാണപ്പെടുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒന്നുകൂടെ വായിക്കുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എത്ര വലിയ സ്നേഹമാണ് ദൈവം ലോകത്തോട് കാണിക്കുന്നത്! സ്വന്തം മകനെ അല്ലെങ്കിൽ സ്വന്തം പുത്രനെ നൽകി തന്ന് ആ മകൻ്റെ ജീവനെ ബലി തന്നുകൊണ്ട് ഈ ലോകത്തെ സ്നേഹിക്കണമെങ്കിൽ എന്താണ് ആ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അത്രത്തോളം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് വെളിവാകുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു: സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹമാകുന്നു. സ്നേഹിക്കാത്തവൻ ഒരിക്കലും ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്, 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 സ്നേഹമാണ് എന്ന് എടുത്തെടുത്ത് വചനം വളരെ വ്യക്തമായിട്ട് തൻ്റെ ജനത്തോട് അറിയിക്കുന്നു. അങ്ങനെ അത്രത്തോളം സ്നേഹവാനായ ഒരു ദൈവത്തിൻ്റെ കീഴിലാണ് ഞാനും നിങ്ങളും അടങ്ങിയിരിക്കേണ്ടത്. അത്രത്തോളം സ്നേഹവാനായ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്നതും വഴി നടത്തുന്നതെന്നും എന്ന് നമ്മൾ മനസ്സിലാക്കുക. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചതുപോലും നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ ക്രൂശിൽ മരിച്ചത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. 3.5 വർഷക്കാലം ശുശ്രൂഷയുടെ സമയത്ത് നമുക്ക് വേണ്ടി അനേക കാര്യങ്ങൾ ഈ ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് മുന്നിൽ കാണിച്ചു തന്നു. അതിനുശേഷം കള്ളന്മാരാൽ പിടിക്കപ്പെടുന്നതും അടി കിട്ടുന്നതും ക്രൂശിതനാകുന്നതും മുൾക്കിരീടം തലയിൽ വയ്ക്കുന്നതും എല്ലാം നമ്മൾ കണ്ടു. ഇതെല്ലാം എന്നെയും നിങ്ങളെയും ദൈവം സ്നേഹിക്കുന്ന ഒരു കാരണം കൊണ്ട് മാത്രമാണ്. എന്നെയും നിങ്ങളെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഈ കഷ്ടതകളും യാതനകളും എല്ലാം അനുഭവിച്ച് ഈ ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തത്. തീർച്ചയായിട്ടും എന്നെയും നിങ്ങളെയും ദൈവം അതിതീവ്രമായി സ്നേഹിക്കുന്നു എന്നുള്ളതിന് യാതൊരുവിധ സംശയവും ഇല്ല. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം: ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയിൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു. നാം പാപികളാണ്, നാം പാപത്തിൻ്റേതായിട്ടുള്ള അവസ്ഥയിലാണ്, നാം വഴിതെറ്റിപ്പോയവരാണ്, നാം അകൃത്യം ചെയ്തവരാണ്, നമ്മുടെ ജീവിതത്തിൽ ലംഘനങ്ങൾ ഉണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ പാപാവസ്ഥയിൽ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെയാണ് ക്രിസ്തു എന്ത് ചെയ്തത്? നമുക്ക് വേണ്ടി മരിച്ചത്. ഈ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്നും ദൈവത്തിൻ്റെ ജനത്തെ വേർതിരിച്ചെടുത്ത് ആ ദൈവത്തിൻ്റെ ജനത്തിന് നിത്യജീവൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നതിനും രക്ഷയുടെ അനുഭവം അവർക്ക് നൽകുന്നതിനും വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. പല പ്രാവശ്യങ്ങളിലായി യേശുക്രിസ്തുവിനെ കള്ളന്മാർ പിടിച്ചുകൊണ്ടുപോയി പല പ്രാവശ്യങ്ങളിലായി
അടിച്ച് വേദനിപ്പിച്ച് വളരെ ക്രൂരമായി മർദ്ദിച്ച് ചൂണ്ട കൊളുത്തിയ ചാട്ട കൊണ്ട് അടിച്ച് ശരീരത്തിൻ്റെ എല്ലാ വശങ്ങളിലും ചൂണ്ട കൊളുത്തി അവിടുന്ന് ദശ പറഞ്ഞു പോരുന്ന പോലെ, അതുപോലെ ദശ പറഞ്ഞു വന്ന് അതുപോലെ വേദന സഹിച്ച് രക്തം വാർന്നൊഴുകി അതെല്ലാം ചെയ്തപ്പോഴും മുൾക്കിരീടം തലയിൽ വെച്ചു. ആ തലയിലേക്ക് മുൾക്കിരീടം അടിച്ചമർത്തിയപ്പോൾ, മുഖത്ത് തുപ്പിയപ്പോൾ, കർണത്തടിച്ചപ്പോൾ, വലിച്ചിഴച്ചപ്പോൾ, ഇതെല്ലാം സഹിച്ചത്, ഇതെല്ലാം ദൈവം അനുഭവിച്ചത് എനിക്കും നിനക്കും വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാകണം. ഈ കഷ്ടപ്പാടുകളും ഈ യാതനകളും എല്ലാം ദൈവം സഹിച്ചു. സ്വയം ക്രൂശ് ചുമന്ന് കാൽവരിയുടെ മലയിലേക്ക് നടന്നു പോയത് നമുക്ക് വേണ്ടിയിട്ടാണ്. അവിടെ 3 ആണിമേൽ തൂങ്ങി ജീവനെ വെടിഞ്ഞത് എനിക്കും നിനക്കും വേണ്ടിയിട്ടാണ്. വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുമ്പോഴും അവിടുന്ന് രക്തവും വെള്ളവും ഒരുമിച്ച് വാർന്നൊഴുകുമ്പോഴും ആ വേദനയെല്ലാം സഹിച്ചുകൊണ്ട് ആകാശത്തേക്ക് നോക്കി അബ്ബാ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് വിളിച്ച് അലമുറയിട്ട് നിലവിളിച്ചത് എനിക്കും നിനക്കും വേണ്ടിയായിരുന്നു. ഈ യാതനകളെല്ലാം സഹിച്ച് മരിച്ച് അടക്കം ചെയ്യപ്പെട്ടത് എനിക്കും നിനക്കും വേണ്ടിയായിരുന്നു. അത്രത്തോളം ഈ ലോകത്തെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ യാതനകളെല്ലാം അനുഭവിക്കാൻ തക്കവണ്ണം കർത്താവ് തയ്യാറായത്. പക്ഷേ നാം ഓരോരുത്തരും ഏത് രീതിയിലാണ് നമ്മളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നത്? ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഞാനും നിങ്ങളും എങ്ങനെയാണ് നമ്മളുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നത്? ഏത് രീതിയിലാണ് ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കൽ നമ്മളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നത്? ഇപ്പോഴും പാപികളായിട്ട് തന്നെയാണോ, അല്ലെങ്കിൽ ആ പാപാവസ്ഥയിൽ തന്നെയാണോ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ശോധന ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മളുടെ പാപങ്ങളെ പോക്കുന്നതിന് വേണ്ടി കാൽവരിയുടെ ക്രൂശിൽ 2000-ൽ പരം വർഷങ്ങൾക്ക് മുന്നേ ആ കാൽവരിയുടെ ക്രൂശിൽ മേൽ മരിച്ചപ്പോൾ ആ രക്തം ഒരു തുള്ളി വിടാതെ ശരീരത്തിൽ നിന്ന് മുഴുവൻ നമുക്ക് വേണ്ടി ഊറ്റി തന്നപ്പോൾ, ആ പാപങ്ങൾക്ക് പരിഹാരമായി അവിടെ മരിച്ചു വീണപ്പോൾ, നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരം കണ്ട് ഒരു നിത്യതയുടെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറന്നു തന്നു. പക്ഷേ ഇന്നും ഞാനും നിങ്ങളും എങ്ങനെയാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഏത് രീതിയിലാണ് നമ്മളുടെ ജീവിതങ്ങൾ ക്രിസ്തുവിനായി നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്? ഇപ്പോഴും നമ്മൾ ആ പാപത്തിൻ്റേതായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണോ ജീവിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി വാനമേഘങ്ങളിൽ വരുവാൻ ഇനി അധികം താമസമില്ല. കാലമേറെയില്ല. എത്രയും പെട്ടെന്ന് കർത്താവായ യേശു ക്രിസ്തു വാനമേഘങ്ങളിൽ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വരുന്ന സമയമാകുന്നു. ആ സമയത്ത് ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മളുടെ സ്വഭാവത്തെ നമ്മൾ രൂപാന്തരപ്പെടുത്തി ആ ദൈവത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ദൈവം അതിയായി നമ്മളെ സ്നേഹിക്കുന്നു. അത്രത്തോളം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിച്ചു. നമ്മൾ ഒരിക്കലും ആദ്യം ദൈവത്തെ സ്നേഹിച്ചതല്ല, പക്ഷേ ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. ദൈവമാണ് നമ്മെ ആദ്യം സ്നേഹിച്ചത് എന്ന് മനസ്സിലാക്കുക. ആ സ്നേഹമാണ് ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശ് വരെ എത്തിച്ചത്. ആ സ്നേഹമാണ് നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചത്. അത്രത്തോളം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു, അതുകൊണ്ട് നാമും അവനെ സ്നേഹിക്കേണ്ടതാകുന്നു. അവൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാമും അവനെ സ്നേഹിക്കേണ്ടതാകുന്നു. സദൃശ്യവാക്യങ്ങൾ 14-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. സദൃശ്യവാക്യങ്ങൾ 14-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണ വഴികൾ അത്രേ. എപ്പോഴും മനുഷ്യന് ഒരു വഴി അത് നല്ലതായി അവന് തോന്നാറുണ്ട്, പക്ഷേ ആ വഴിയുടെ അവസാനം മരണമത്രേ എന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നു. നമ്മളുടെ പ്രവൃത്തി കൊണ്ട്, നമ്മളുടെ ചിന്ത കൊണ്ട്, നമ്മളുടെ നിരൂപണങ്ങൾ കൊണ്ട് നമ്മൾ രക്ഷ പ്രാപിക്കാം, നമ്മൾ ദൈവത്തിലേക്ക് കടന്നു ചെല്ലാം എന്ന് ചിന്തിക്കാനേ പാടില്ല. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, പക്ഷേ അതിൻ്റെ അവസാനമോ മരണ വഴികളത്രേ. ദൈവത്തിന് ആശ്രയമില്ലാത്ത ഏതൊരു മനുഷ്യൻ്റെയും അവസാനം മരണ വഴി ആണ് എന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിയും സ്വന്തം കഴിവിലൂന്നാതെ അവൻ ദൈവത്തെ സ്നേഹിക്കും എന്ന് യാതൊരു സംശയവുമില്ല.
ദൈവത്തെ സ്നേഹിക്കാതെ, ദൈവത്തെ അറിയാതെ, ദൈവത്തെ മനസ്സിലാക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം, അവൻ എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം വളരെ മോശമായിരിക്കും, വളരെ തെറ്റായിരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. ഇവിടെ പറയുന്നത്, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, പക്ഷേ അതിൻ്റെ അന്ത്യമോ അതിൻ്റെ അവസാനമോ മരണ വഴികൾ തന്നെ. ഞാനും നിങ്ങളും ഓരോ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ, നമ്മളുടെ തീരുമാനം എന്തിനെ ആശ്രയിച്ചിട്ടാണ്? ദൈവത്തെ ആശ്രയിച്ചിട്ടാണോ നമ്മളുടെ തീരുമാനങ്ങൾ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മളുടെ തീരുമാനങ്ങൾ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച തീരുമാനങ്ങളായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ആ സ്നേഹവാനായ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ധാരാളമായി അനുഭവിക്കാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. നമ്മളുടെ തീരുമാനങ്ങൾ എപ്പോഴും ദൈവത്തിൽ അധിഷ്ഠിതമാകുമ്പോൾ തീർച്ചയായിട്ടും ആ സ്നേഹവാനായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ ഈ ശുശ്രൂഷയിൽ നിന്ന് അവസാനിപ്പിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവിടെ മുടിയനായ പുത്രൻ്റെ കഥ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. മുടിയനായ പുത്രൻ്റെ കഥ. അവിടെ 11-ാമത്തെ വാക്യം പറയുന്നു, പിന്നെ അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടത് പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. 2 മക്കളുള്ള ഒരു പുരുഷൻ, ആ പുരുഷനോട് തൻ്റെ ഇളയ മകൻ വന്ന് ആവശ്യപ്പെടുകയാണ്, അപ്പ, എനിക്ക് തരാനുള്ള പങ്ക് നീ എനിക്ക് തന്നേക്കൂ, എത്രയും പെട്ടെന്ന് അതെനിക്ക് തരണം. ആ അപ്പൻ ഒന്നും മറുത്തു പറയാതെ മകൻ ആഗ്രഹിച്ചതുപോലെ മകൻ്റെ പങ്ക് 2 പേർക്കും വിധിച്ചു കൊടുക്കുന്നതായിട്ട് കാണുന്നു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. ദൂരദേശത്തേക്ക് ആ സ്വത്തുമായിട്ട് ഇളയ മകൻ കടന്നുപോയി. അവൻ അവിടെ ദുർനടപ്പിൽ നടന്നു എന്ന് നമ്മൾ വചനം പറയുന്നു. ദുർനടപ്പുകാരനായി അവൻ ജീവിച്ചു എന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നു. ദുർനടപ്പ്, അവൻ ദൈവത്തെ വിട്ടു. അവൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അവൻ പഠിച്ച ശീലങ്ങൾ അവൻ കളഞ്ഞു. അപ്പൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, അവൻ മനസ്സിലാക്കി വെച്ചിരുന്ന നല്ല കാര്യങ്ങൾ അവൻ മറന്ന് അപ്പൻ പറഞ്ഞു കൊടുത്ത ജീവിതത്തിന് വിരോധമായിട്ട് അവൻ ദുർനടപ്പിൻ്റെ ആ ഒരു ജീവിതം, അവൻ ദൂരദേശത്ത് അവൻ്റെ അപ്പൻ്റെ കണ്ണിൽ നിന്ന് മാറി അവൻ ദൂരദേശത്ത് പോയി. അവൻ്റെ അപ്പൻ ചെറുപ്പം മുതലേ പഠിപ്പിച്ച നല്ല കാര്യങ്ങൾ, അവൻ്റെ അപ്പൻ ചെറുപ്പം മുതലേ പറഞ്ഞു കൊടുത്ത നല്ല ശീലങ്ങൾ, അതെല്ലാം മാറ്റിവെച്ച് അവൻ ദുർനടപ്പ് ശീലിച്ച് അവൻ അവിടെ ജീവിച്ചു. അതിനുശേഷം എല്ലാം ചെലവഴിച്ച് അവസാനം ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കൊണ്ട് സാധിക്കുന്നു. എന്തെല്ലാം ആയിരിക്കാം ദുർനടപ്പുകൾ? അവൻ ദുർനടപ്പ് മദ്യപാനം ആയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകളുണ്ടാകാം, പുകവലി ഉണ്ടാകാം. അങ്ങനെയുള്ള അനേകം മോശ സ്വഭാവങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അവൻ ഇന്നേ വരെ ശീലിച്ചിട്ടില്ലാത്ത പല മോശ സ്വഭാവങ്ങളും അവൻ ശീലിച്ചുകൊണ്ട് അവൻ എന്തു ചെയ്യാണ്? അപ്പൻ്റെ ശീലങ്ങൾ, അപ്പൻ പഠിപ്പിച്ചു കൊടുത്ത ശീലങ്ങളും അപ്പൻ പഠിപ്പിച്ചു കൊടുത്ത ആ നല്ല ഗുണങ്ങളും എല്ലാം വിട്ടുകൊണ്ട് അവൻ ദുർനടപ്പുകാരനായി നടന്നുകൊണ്ട് അപ്പൻ്റെ സ്വത്തും അപ്പൻ കൊടുത്ത പണവും മുഴുവൻ അവൻ നശിപ്പിച്ച് കളയുന്നതായിട്ട് നമുക്ക് കാണാതെ കൊണ്ട് സാധിക്കുന്നു. അങ്ങനെ നശിപ്പിച്ച് അവൻ ദൂർത്തടിച്ച് അതെല്ലാം കളഞ്ഞതിന് ശേഷം അവനായിരിക്കുന്ന ദേശത്തൊരു ക്ഷാമം വരുന്നു. ആ ക്ഷാമം വരുന്ന സമയത്ത് അവന് കഴിക്കാൻ ഒരു ഭക്ഷണം പോലുമില്ലാതെ അവൻ ആ ദേശത്തുള്ള ഒരാളുടെ അടുത്ത് പോയി ജോലിക്ക് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാതെ കൊണ്ട് സാധിക്കുന്നു. അവിടെ അവൻ തൻ്റെ വയലിൽ പന്നികളെ മേയ്പ്പാനായിട്ട് ഈ പുത്രനെ ആ ആൾ വയലിലേക്ക് അയക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കൊണ്ട് സാധിക്കുന്നു. ചിന്തിച്ചു നോക്കുക, തൻ്റെ അപ്പൻ്റെ വീട്ടിൽ നല്ല ശീലങ്ങൾ ശീലിച്ച് നന്നായി ഭക്ഷണം കഴിച്ച് നന്നായി ഉറങ്ങി നന്നായി നടന്നിരുന്ന ആ പുത്രൻ സകലതും വിട്ട്, അപ്പനെ വിട്ട്, അപ്പൻ്റെ ശീലങ്ങളെ വിട്ട്, അപ്പൻ പഠിപ്പിച്ച നല്ല ശീലങ്ങളെ വിട്ട് വേറെ ദൂരദേശത്ത് പോയി അവൻ സകലതും ദൂർത്തടിച്ച് ദൂർനടപ്പ് ശീലിച്ച് വേറൊരാളുടെ വയലിൽ പന്നികളെ നോക്കുന്ന അവസ്ഥയിലേക്ക് വന്നെത്തി. അവന് കഴിക്കാൻ ഭക്ഷണമില്ലാതെ പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് ബോധം വന്നു. അവൻ ചിന്തിക്കുന്നു, എൻ്റെ അപ്പൻ്റെ വീട്ടിലെ വേലക്കാർ ഇതിലും നല്ല ഭക്ഷണം കഴിച്ച് സുഭിക്ഷമായിരിക്കുമ്പോൾ ആ അപ്പൻ്റെ മകനായ ഞാൻ ഇവിടെ എന്തിന് കിടന്ന് കഷ്ടപ്പെടണം? ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകും. എൻ്റെ അപ്പനോട് ഞാൻ ക്ഷമ പറയും. എൻ്റെ അപ്പനോട് ഞാൻ എൻ്റെ തെറ്റുകളെ ഏറ്റുപറയും. അപ്പോൾ എൻ്റെ അപ്പൻ എന്നെ സ്വീകരിക്കും എന്ന് ബോധം വന്ന് അവൻ എന്തു ചെയ്യാണ്? അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് ഓടുന്നു. അങ്ങനെ
അങ്ങനെ അവൻ എഴുന്നേറ്റ് അവൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് ഓടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് ഓടി. അവനെ ദൂരെ നിന്ന് കണ്ട ഉടനെ തന്നെ അപ്പൻ സങ്കടത്തോടെ വിഷമത്തോടെ നിലവിളിച്ചുകൊണ്ട് ഓടി വന്ന് മകനെ കെട്ടിപ്പിടിക്കുന്നു. ആ മകൻ അപ്പൻ്റെ കാലിൽ വീണ് പറയുന്നു, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഞാൻ നിൻ്റെ മകനെന്ന് വിളിക്കാൻ പോലും യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൻ്റെ കാലിൽ വീണ് അപ്പനോട് മാപ്പ് പറയുന്നു. ആ ക്ഷമാപണം കേട്ടുകൊണ്ട് ആ സ്നേഹനിധിയായ പിതാവ് തൻ്റെ മകനെ, തൻ്റെ പ്രിയപ്പെട്ട മകനെ, താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തൻ്റെ പ്രിയ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ സ്നേഹിച്ച് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ വന്നതിൻ്റെ സന്തോഷത്തിനായി കാളക്കുട്ടികളെ അറക്കുന്നു, അവർ സൽക്കാരം നടത്തുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു വന്നതിനായിട്ട് അവർ ആഘോഷങ്ങൾ നടത്തുന്നു. ഇതുപോലെ തന്നെയാണ് സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവും. ആ പിതാവ് നമ്മളെ സ്നേഹിച്ച് നല്ല ശീലങ്ങളെ പഠിപ്പിച്ച് നല്ല വഴിയെ നമ്മളെ നടത്തി, നമ്മുടെ കൈ പിടിച്ച് നടത്തി നമ്മളെ വളർത്തി കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ പിതാവിനോട് പറഞ്ഞ് തെറ്റി, നമ്മളുടെ സ്വഭാവത്തെ മാറ്റി, നമ്മളുടെ സ്വഭാവത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തി, പിതാവ് പറഞ്ഞു തന്ന ശീലങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നല്ല ശീലങ്ങളെല്ലാം മാറ്റി ചീത്ത ശീലങ്ങളെല്ലാം പഠിച്ച് ഏതോ ദൂരദേശത്തേക്ക് പോയി അവിടെ ദുർനടപ്പ് ശീലിക്കുന്ന മക്കളായി മാറുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നാം ഓരോരുത്തരും ആ സ്വന്തം പിതാവിൽ നിന്ന് അകന്ന് പിതാവിൻ്റെ ശീലങ്ങളെല്ലാം മാറ്റിവെച്ച് പുതിയ ശീലങ്ങൾ പഠിച്ച് പുതിയ കൂട്ടുകെട്ടിലേക്ക് പോയി ചീത്ത ശീലങ്ങളെ പഠിച്ചുകൊണ്ട് ആ ദൈവത്തെ മാറ്റിവെക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം പിതാവിനെ മാറ്റിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും വന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ഈ പ്രതികൂലങ്ങളെല്ലാം വന്നു കഴിയുമ്പോൾ എൻ്റെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അപ്പൻ്റെ മുമ്പിൽ എൻ്റെ തെറ്റുകളെ ഏറ്റു പറയാൻ തക്കവണ്ണം ഞാനും നിങ്ങളും ഒരുക്കമാണ് എങ്കിൽ, ആ തിരിച്ചു വന്ന മകനെ അപ്പൻ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ ഓടി വന്ന് കണ്ണീരോടുകൂടി കെട്ടിപ്പുണർന്നതുപോലെ എന്നെയും നിങ്ങളെയും വാരി പുണരുവാൻ തക്കവണ്ണം കണ്ണീരോടുകൂടി സ്നേഹത്തോടുകൂടി, ഏറ്റവും അധികം സ്നേഹത്തോടുകൂടി എന്നെയും നിങ്ങളെയും വാരി പുണരുവാനും പിടിക്കുവാനും ചുംബിക്കുവാനും തക്കവണ്ണം സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവ് ഇന്നും കാത്തിരിക്കുകയാണ്. പക്ഷേ ഇത്രത്തോളം കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇത്രത്തോളം പ്രതികൂലങ്ങളും നമ്മളുടെ ജീവിതത്തിൽ വന്നിട്ടും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനോ, ദൈവത്തോട് നമ്മളുടെ തെറ്റേറ്റ് പറയുവാനോ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ സ്വയം സമർപ്പിക്കുവാനോ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വയം താണിരിക്കുവാനോ ഞാനും നിങ്ങളും ഇതുവരെ ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള സത്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ കഷ്ടപ്പാടുകളും നമ്മളുടെ ബുദ്ധിമുട്ടുകളും നമ്മളുടെ പ്രയാസങ്ങളും നമ്മളുടെ പ്രതിസന്ധികളും നമ്മളുടെ പ്രതികൂലങ്ങളും നമ്മളെ വിട്ട് പോകാത്തത്. ആ ധൂർത്തുപുത്രൻ അവൻ സ്വബോധം വന്ന് അവൻ തിരിച്ചപ്പൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ആ അപ്പൻ അവനെ സ്വീകരിച്ച ആ സമയം മുതൽ അവൻ്റെ സകല കഷ്ടങ്ങളും മാറി. പിന്നീട് അവന് പന്നിയെ കുളിപ്പിക്കേണ്ടി വന്നിട്ടില്ല, പിന്നീട് അവന് പന്നിയെ നോക്കേണ്ടി വന്നിട്ടില്ല, പിന്നീട് അവന് പന്നിക്ക് തീറ്റ കൊടുക്കേണ്ടി വന്നിട്ടില്ല, പിന്നീട് ഒരിക്കലും അവന് പന്നിയുടെ ഭക്ഷണം കഴിക്കേണ്ടി വന്നിട്ടില്ല. അവൻ അപ്പൻ്റെ വീട്ടിൽ അപ്പൻ്റെ മാറോട് ചേർന്ന് അപ്പൻ്റെ തോളിൽ ചാഞ്ഞിരുന്ന് അപ്പൻ്റെ വീട്ടിലെ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു, അവിടെ കിടന്നുറങ്ങുന്നു. അവന് വേറെ ഒന്നിനെക്കുറിച്ചും അല്ലലോ അലച്ചിലോ പിന്നീട് ഉണ്ടായിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മനസ്സിലാക്കുക, എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് തിരിഞ്ഞു വരാനുള്ള അവസരം ഇപ്പോഴും നമുക്ക് കൈമോശം വന്നു പോയിട്ടില്ല. അപ്പൻ്റെ വീട്ടിലേക്ക് തിരിഞ്ഞു പോയി, എൻ്റെ അപ്പ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഞാൻ നിൻ്റെ മകനെന്ന് വിളിക്കാൻ തക്കവണ്ണം യോഗ്യനല്ല എന്ന് പറയാൻ ഉള്ള അവസരം ഇപ്പോഴും നമുക്ക് വിദൂരമല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയജനമേ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയത്ത് ഇപ്പോഴും പാപത്തെ വിട്ട് തിരിയാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങിയിട്ടില്ല എങ്കിൽ, ഇപ്പോഴും നമ്മളുടെ പാപങ്ങളെ വിട്ട് നമ്മൾ തിരിയാൻ ഒരുങ്ങിയിട്ടില്ല എങ്കിൽ, നമ്മുടെ പാപങ്ങളെ വിട്ടകന്ന് ആ സുബോധത്തോടു കൂടി അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരിഞ്ഞ് ഓടി ചെല്ലുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. അതിനായിട്ട് ദൈവം തൻ്റെ ഇരു കരങ്ങൾ നീട്ടി കണ്ണീരോടുകൂടി നാം തിരിച്ചു വരുന്നതും കാത്ത് വഴിയോരത്ത് കാത്തു നിൽക്കുന്നുണ്ട്. നാം ഇന്ന് തിരിച്ചു വരും, നാളെ തിരിച്ചു വരും, അങ്ങനെ തിരിച്ചു വരും എന്നുള്ള വലിയ പ്രതീക്ഷയോടെ നമ്മുടെ ദൈവം, നമ്മുടെ പിതാവായ ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നാം തിരിച്ചു ചെല്ലാൻ ഇനിയും വൈകുന്നത്? എന്തുകൊണ്ടാണ് ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലാൻ നാം ഇനിയും വൈകുന്നത്? എന്തുകൊണ്ടാണ് ആ പാപത്തിൻ്റെ അവസ്ഥ വിട്ടകന്ന്, അല്ലെങ്കിൽ ആ പ്രതികൂലങ്ങളെല്ലാം വിട്ടകന്ന്, അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് ആ പിതാവിൻ്റെ, എൻ്റെ അപ്പൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് വൈകുന്നത്? ഇനി കാലം അധികമില്ല, ഇനി സമയം നമ്മുടെ മുമ്പിൽ അധികമില്ല. എത്രയും പെട്ടെന്ന് അപ്പൻ്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞോടി അവനെ കെട്ടിപ്പുണർന്ന്, അവനെ വാരിപ്പുണർന്ന്, അവനെ നെഞ്ചിൽ തല ചായ്ച്ച് വെച്ച്, അപ്പാ, നിൻ്റെ മകനെന്ന് വിളിക്കാൻ തക്കവണ്ണം ഞാൻ യോഗ്യനല്ല, നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ഞാൻ യോഗ്യനല്ല, എങ്കിലും എന്നോട് ക്ഷമിക്കണമേ എൻ്റെ അപ്പ എന്ന് പറയുമ്പോൾ നിന്നെ സ്വീകരിക്കുവാനും എന്നെ നിങ്ങളെ സ്വീകരിക്കുവാനും കണ്ണീരോടുകൂടി നമ്മളെ വാരിപ്പുണരുവാനും
നമ്മളുടെ കവിളുകളിൽ ചുംബിക്കുവാനും നമ്മളെ സ്നേഹത്തോടെ കെട്ടിപ്പുണർന്ന് അതുകൊണ്ട് സന്തോഷിപ്പാനും മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ഓർത്ത് സ്വർഗം സന്തോഷിക്കും എന്ന് വചനം പറയുന്നത് പോലെ ആ സ്വർഗം മുഴുവൻ എന്നെയും നിങ്ങളെയും കുറിച്ച് ഓർത്ത് സന്തോഷിക്കുന്ന ഒരു അവസരം ദൈവം കാത്തുവച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, ദൈവം നമ്മളുടെ ജീവിതത്തിൽ തരുന്ന അവസരങ്ങൾ എപ്പോഴും നല്ല അവസരങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഈ വചനം കേൾക്കുന്ന സമയത്ത് എന്നിലൂടെ ദൈവം എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നു. നിങ്ങളോട് ദൈവം സംസാരിക്കുന്നു. പാപത്തിൻ്റെ പടുകുഴിയിലാണ് നിങ്ങളെങ്കിൽ, കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലാണ് നിങ്ങളെങ്കിൽ, സ്വബോധത്തോടുകൂടി എഴുന്നേറ്റ് അപ്പൻ്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞോടിപ്പോകാൻ ഇതാണ് സമയം. ഇപ്പോഴാണ് രക്ഷാ ദിവസം, ഇന്നാണ് സുപ്രസാദ കാലം. അതുകൊണ്ട് രക്ഷപ്പെടണം, രക്ഷ പ്രാപിക്കണം എന്ന് ഞാനും നിങ്ങളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ അപ്പൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകാം. ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയത്ത് സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവ് ഇരു കരങ്ങളും നീട്ടി നമ്മളെ കാത്തുകൊണ്ട് വളരെ കാലങ്ങളായിട്ട് നീ തിരിച്ചു വരും എന്നുള്ള ആ പ്രതീക്ഷയോടുകൂടി സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് അവിടെ കടന്നു ചെല്ലാം. ഒരു ഭാഗം കൂടെ വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു. നാം പാപികളായിട്ടിരിക്കുമ്പോൾ തന്നെയാണ്, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ പിതാവായ ദൈവം, കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ആ സ്നേഹമാണ് എന്നെയും നിങ്ങളെയും ഈ വചനം കേൾക്കുമ്പോൾ മാടി വിളിക്കുന്നത്. എന്നെയും നിങ്ങളെയും കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ മാടി വിളിക്കുകയാണ്. പിതാവായ ദൈവം വഴിയരികിൽ നമുക്കായി കാത്തിരിക്കുന്നു. ഇന്നെങ്കിലും അവൻ തിരികെ വരും. അവൻ്റെ പാവങ്ങളെല്ലാം മനസ്സിലാക്കി, അവൻ്റെ തെറ്റുകളും അവൻ്റെ കുറവശങ്ങളെല്ലാം മനസ്സിലാക്കി അവൻ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് അവൻ മടങ്ങി വരും എന്ന പ്രതീക്ഷയോടെ നമുക്കായി കാത്തിരിക്കുന്നു. നമുക്ക് കടന്നു ചെല്ലാം. സുബോധത്തോടുകൂടി എഴുന്നേറ്റ് ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഓടാം. പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഓടി ആ ദൂരെ നിന്ന് നമ്മളെ കാണുമ്പോൾ തന്നെ ആ പിതാവ് ഇറങ്ങി ഓടി വന്ന് നമ്മളെ വാരിപ്പുണർന്ന് നമ്മളുടെ കവിളുകളിൽ മാറി മാറി ചുംബിക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആ മാറിലേക്ക് ചാരി കിടന്നുകൊണ്ട് നമുക്ക് പറയാം, പിതാവേ, ഞാൻ തെറ്റ് ചെയ്തു പോയി. എൻ്റെ ജീവിതത്തിൽ കുറവുകൾ വന്നുപോയി. എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റേതായിട്ടുള്ള അവസ്ഥ വന്നുപോയി. എങ്കിലും പിതാവേ, നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ, നിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ പോലും ഞാൻ യോഗ്യനല്ല. എന്നിരുന്നാലും എൻ്റെ പാപങ്ങളെ, എൻ്റെ കുറവശങ്ങളെ, എൻ്റെ പോരായ്മകളെ, എൻ്റെ ലംഘനങ്ങളെ, എൻ്റെ അകൃത്യങ്ങളെ എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ആ സന്നിധിയിലേക്ക് കടന്നു എന്ന് പറയാം. അങ്ങനെ പറയാൻ തക്കവണ്ണം നമ്മൾ ഒരുക്കമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെയും നിങ്ങളുടെയും പാവങ്ങൾ ക്ഷമിച്ചു തന്നുകൊണ്ട്, എൻ്റെയും നിങ്ങളുടെയും അകൃത്യങ്ങളും ലംഘനങ്ങളും പോരായ്മകളും കുറവശങ്ങളും എല്ലാം ക്ഷമിച്ചു തന്നുകൊണ്ട് ആ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകാനും അങ്ങനെ ആ സ്വർഗം മുഴുവൻ സന്തോഷിക്കുന്നത് കാണുവാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാം. അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചുപോയി അപ്പനെ വിളിക്കാം. അപ്പാ, എന്നെ സ്വീകരിക്കണമേ, എൻ്റെ തെറ്റുകളെ, കുറവശങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. നമുക്ക് വിളിച്ചു പറയാം, നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടികൾ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് അടികൾ വായിച്ചു കേട്ടതുപോലെ അടികൾ പാപികളാണ്, ദോഷികളാണ്. അടികൾ മനസ്സിലാക്കിയതുപോലെ അടികൾ തെറ്റുകാരാണ്, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യരല്ല. എങ്കിലും നാഥ, അടികൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ആ ധൂർത്തുപുത്രനെ തൻ്റെ പിതാവ് സ്വീകരിച്ചതുപോലെ ഇരു കൈകൾ നീട്ടി അടികളെ സ്വീകരിച്ച് അടികളുടെ കവിളിന്മേൽ ചുംബിച്ച് ആ സ്വർഗീയ രാജ്യത്തിന് അടികളെ അവകാശികളാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടികൾ ഓരോരുത്തരെയും പേരായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടികൾ ചോദിച്ച കുറവാണെങ്കിലും ധാരാളമായ നന്മകളായി നിറയ്ക്കണം. സകലവും പുണ്യ തമ്പുരാന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.